അമ്മ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്? ഞണ്ട് തോരൻ മുരിങ്ങയില ഇട്ട് വെച്ചത് സ്പെഷ്യൽ അല്ലേ? സ്പെഷ്യൽ. ഇത് ഈ റെസിപ്പി വേറെ ആരോ ചെയ്തിട്ടുണ്ടാവോ? കാണുന്നില്ല. കാണത്തില്ലല്ലോ. ഇല്ല. അമ്മയല്ലേ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നേ? തന്നെ. ആദ്യം തന്നെ ഞണ്ട് നല്ല വൃത്തിക്ക് കഴുകി എടുക്കുക കേട്ടോ. ഇതിനി ഉപ്പിട്ട് നമ്മൾ ഇത് വേവിക്കണം. വേവിച്ചിട്ട് മാംസമല്ലേ എടുക്കുന്നത് തോരന്. ഓക്കെ. എന്തുകൊണ്ടായിരിക്കില്ലേ കളറൊക്കെ മാറിയ? ഇനിയിപ്പോ പൊളിച്ചതിന്റെ ഇറച്ചി ഇങ്ങോട്ട് എടുക്കാം. ചൂട് കേട്ടോ. തണിഞ്ഞിട്ട് എടുക്കാം. തോടിനകത്തൊന്ന് ഇങ്ങനെ കുത്തിയെടുക്കണം മാംസം. വലിയ ഞണ്ടാണെ എളുപ്പമാ, മാംസം വരും. ഇതിപ്പോ കുഞ്ഞു ഞണ്ടല്ലേ, അതുകൊണ്ട് ഇത്രയും ഞണ്ടി നമുക്ക് ഇത്ര ഇറച്ചിയെ കിട്ടിയുള്ളൂ. കുഞ്ഞു ഞണ്ടല്ലേ. വലിയ ഞണ്ടാന്ന് പാടുമില്ല, പെട്ടെന്ന് ഈ മാംസം ഇഞ്ഞ് പോരും. ഞണ്ടിന്റെ ഇറച്ചി റെഡി ആയിണ്ടല്ലേ. ഇനി എന്താ ചെയ്യാമോ? ഇത് ഇതിനോട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ നമുക്ക് ഇട്ടൊന്ന് പെരട്ടാം. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞണ്ട് റെഡി ആയിട്ടുണ്ട്, മുരിങ്ങയില റെഡി ആയിട്ടുണ്ട്, ഇനി അതിന്റെ അരപ്പിന് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമ്മള് തേങ്ങ ഒതുക്കി എടുക്കുന്നുണ്ട്. തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടി അല്ലേ മാം? വെളുത്തുള്ളി അപ്പൊ ഒതുക്കിയെടുക്കാൻ പോവാട്ടോ. മഞ്ഞൾപ്പൊടി, ജീരകം, ഇതൊന്ന് ചതച്ച് മാറ്റി വെക്കാം. നമുക്ക് മുളക് പൊടി അതിനകത്ത് മറ്റേ ചേർക്കാം. ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ അതെ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. കടുകിട്ട് കൊടുക്കണം. പെട്ടെന്ന് ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. സവാള അരിഞ്ഞത്, പച്ചമുളക് സവാള അരിഞ്ഞത്, തക്കാളി, ഉപ്പിടണം. അപ്പൊ ശാല ഉപ്പിടണം. മുരിങ്ങയില ഇട്ടൊന്ന് അടച്ചു വെക്കാമോ കുറച്ചു നേരം, ഒന്ന് വാടണ്ടേ. ഒരു 5 മിനിറ്റ് പോരെ? ആടിയിട്ട് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഓവർ എല്ലാ പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മുളക് പൊടി മതി. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ അരപ്പിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ടായിട്ട് ഇട്ടു. നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ മഞ്ഞൾപ്പൊടിയും തേങ്ങയും വെളുത്തുള്ളി, അത് ഇട്ടിട്ട് കുരുമുളക് പൊടി, ലേശം പുളിവെള്ളം ഒഴിച്ചൊന്ന് വേവിക്കണം. ചെറുതായിട്ടൊന്ന് വേവിക്കണം. ഉള്ളിയൊക്കെ സെറ്റ് ചെയ്യട്ടെ. ഇനി ഒരു ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൂടെ അടുപ്പത്ത് വെച്ചാൽ മതി, അരപ്പെല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം. സംഭവം റെഡിയായി കേട്ടോ. ഞാൻ എന്തായാലും ആദ്യം ഒന്ന് കഴിച്ചു നോക്കട്ടെ, ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ. അപ്പം സംഭവം നല്ല രസമുണ്ട് കേട്ടോ, കഴിക്കാൻ നല്ല രസമുണ്ട്. ഒരു തോരൻ പോലെ തന്നെയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ട് കേട്ടോ ഞാൻ അറിയുന്നത്. ഇവിടെ അമ്മ അങ്ങനെ എന്തോ പല പല ഐറ്റംസ് അമ്മ പരീക്ഷിക്കാറുണ്ട് കേട്ടോ, എല്ലാം സക്സസ് ആവാറുണ്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് ഇട്ട് കറിവേപ്പില ഇട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അല്ലേ മേ. അപ്പോൾ എല്ലാവർക്കും ബൈ.